പൗരത്വ ഭേദഗതി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതുപോലെ പൗരത്വ ഭേദഗതി ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആരെയും ബാധിക്കുന്ന ഒരു വിഷയമല്ല. പൗരത്വ ഭേദഗതി ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ വിദേശത്തെ അയൽ രാജ്യങ്ങളായിട്ടുള്ള 3 രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ വികാരം ഇളക്കിവിടാനും ഭിന്നിപ്പുണ്ടാക്കാനും മതസ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടും ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനം. കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ പോലും കഴിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ലക്ഷക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് നൽകി പൗരത്വ ഭേദഗതിക്കെതിരായിട്ട് നിയമയുദ്ധം നടത്താൻ പോകുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനം പൊതുജനങ്ങളെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് പൊതുപണം ഉപയോഗിക്കാനുള്ള നീക്കം, ആ നീക്കം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇലക്ടറൽ ബോണ്ടിൻ്റെ പേരിൽ ഇടതുപക്ഷം അതുപോലെ കോൺഗ്രസ് ചില മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇലക്ടറൽ ബോണ്ട് കോൺഗ്രസ് കാണിച്ച വലിയ അഴിമതിയാണെന്നാണ് പറയുന്നത്. 20,000 കോടി രൂപയാണ് ഇലക്ടറൽ ബോണ്ടിലൂടെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടിയിട്ടുള്ളത്. BJPക്ക് കിട്ടിയിട്ടുള്ളത് 6,000 കോടിയാണ്. പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത് 14,000 കോടി. അപ്പോൾ പ്രതിപക്ഷത്തിന് 14,000 കോടി രൂപ എന്ത് ആനുകൂല്യം കിട്ടിയതിൻ്റെ പേരിലാണ് കോർപ്പറേറ്റുകൾ ഈ 14,000 കോടി സംഭാവന കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ആണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. അതല്ലാതെ BJPക്ക് എന്താ 6,000 കിട്ടിയത് എന്നുള്ളതല്ല. ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് പ്രതിപക്ഷത്തിനാണ്. 20,000 കോടിയിൽ 14,000 പ്രതിപക്ഷത്തിനും 6,000 BJPക്കും. 6,000 കോടി BJPക്ക് കിട്ടിയത് അഴിമതിയാണെങ്കിൽ 14,000 വാങ്ങിയ പ്രതിപക്ഷം, ആ പ്രതിപക്ഷം പ്രത്യുപകാരമായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് എന്ത് സഹായം നൽകി എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അതുകൊണ്ട് BJPക്കെതിരായിട്ട് ഇലക്ടറൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ 14,000 കോടിയുടെ അവർ വാങ്ങിയിട്ടുള്ള സംഭാവന, ആ സംഭാവനയ്ക്കുള്ള കാരണങ്ങളും ആ സംഭാവനയുടെ പശ്ചാത്തലവും ആ സംഭാവന വാങ്ങിയതിന് പകരമായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതും വിശദീകരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വിധിയെഴുതുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് വിവിധ പാർട്ടികളിൽ നിന്ന്, ആ പാർട്ടികളിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനം വഹിച്ചിരുന്ന ആളുകൾ രാജിവെച്ച് BJPയോടൊപ്പം ചേരാൻ തീരുമാനമെടുത്തിട്ടുള്ളതിൻ്റെ അത് വ്യക്തമാക്കുന്നത്.